നമസ്കാരം. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നന്മമരം ടീച്ചറമ്മ നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടീച്ചറമ്മയോ കമ്മികളോ ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് തിരുപ്പൂരിലെ ഒരു കമ്പനി പറഞ്ഞിട്ടും 3 ഇരട്ടി വിലയ്ക്ക് അത് നിരസിച്ചുകൊണ്ട് 3 ഇരട്ടി വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയ രേഖകളെന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ടീച്ചറമ്മ പറയുന്നത് അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ വാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ അടിയന്തര ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അടിയന്തര ഘട്ടങ്ങളാണല്ലോ ഈ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും അടിയന്തര ഘട്ടത്തിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയുണ്ട്. ഒരു ദുരന്തം നടന്നതാണ്, വലിയൊരു ദുരന്തം നടന്നതാണ്. നമ്മുടെ കയ്യിൽ കാശില്ല, അന്ന് നമ്മൾ ജോലിക്ക് പോകാനൊക്കെ ഇല്ല, വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. നമ്മളെ കയ്യിൽ കാശില്ലായിരുന്നപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ ആവശ്യം പോലെ കാശുണ്ടായിരുന്നു. കാരണം ഇതുപോലുള്ള കമ്മീഷൻ അടിച്ച് മാറ്റിയതാണ്. അതിൽ ആലോചിച്ച് നോക്കാം, നമ്മുടെ ദുരന്തത്തിന് പോലും നമ്മൾ പറയണ്ട. ഇന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, നിയമസഭയിൽ രേഖയാണത്. ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാമല്ലോ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഇവർ ചെയ്യുന്നതെന്നും. കമഴ്ന്നു വീണാൽ കാൽപ്പണം. അതായത് ഈ മാർച്ച് 28 450 രൂപയായിരുന്നു ഒരു കിറ്റിന്റെ വില. മാർച്ച് 2020 മാർച്ച് 28 30 ആയപ്പോഴേക്കും അതായി ഒരു കിറ്റിന് 1550 രൂപയായി. അപ്പോൾ ഇതിനകത്തുള്ള തന്ത്രപരമായ അന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പിന്നെ ഈ CIG കൺട്രോൾ ഓഫ് ഓഡിറ്റർ ജനറൽ കറക്റ്റ് റിപ്പോർട്ട് വന്നത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. ഈ കൺട്രോളർ ഓഡിറ്റർ ജനറൽ കൊണ്ടുവന്നൊക്കെ വരുമ്പോൾ ഇവർക്ക് അവരെയൊന്നും അത്ര താല്പര്യമുള്ളവരല്ല. കാരണം പണ്ട് കിഫ്ബിയുടെ ചില കണക്കുകളൊക്കെ വെച്ചിട്ട് ഒരു കണക്ക് വന്നപ്പോൾ അംഗീകരിക്കില്ലല്ലോ. ഭരണകൂടത്തെ അംഗീകരിക്കില്ല, ഭരണഘടനയെ അംഗീകരിക്കില്ല, കോടതികളെ അംഗീകരിക്കില്ല. അവരാകെ അംഗീകരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയെയും പിണറായി വിജയനെയൊക്കെ തന്നെയാണ്. പാർട്ടി സെക്രട്ടറി പോലും അംഗീകരിക്കില്ല, പിണറായി വിജയനെ മാത്രമേ. കേന്ദ്രമായിരുന്നാലും കേന്ദ്രത്തിന് എന്തെങ്കിലും ഒന്ന് ഉടനെ കേന്ദ്രത്തിന് കുറ്റം പറയുക, എന്നിട്ട് ഇവരുടെ കുറ്റത്തിനെ മറച്ചു വയ്ക്കുക. അത് വിശ്വസിച്ച് കുറെ കമ്മികൾ അവര് കൈയടിച്ച് തന്നെ സഖാവേ സന്തോഷം. അല്ല, അത് ഞാനിന്ന് ഒരു ലൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോയിരുന്നു. ഒരു സ്ഥലത്ത് നമ്മളവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നിരന്തരം ഫേസ്ബുക്കിൽ മെഴുകുന്ന ഒരു കമ്മിയുണ്ട്. നിരന്തരം മെഴുകും. അപ്പൊ ആ മെഴുകുന്ന കമ്മിക്ക് ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഖണ്ഡിക്കും കമന്റായിട്ട്. അപ്പൊ പുള്ളിയും പറയും, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു പോകും. ഇതൊന്നും പറ്റാതെ വരുമ്പം ഈ കൂട്ടത്തിലുള്ള കുറെ കമ്മികൾ വന്ന് വരും. അവന്മാരെ നമ്മൾ വിടില്ല. കാരണം നമ്മൾ ഉദാഹരണ സഹിതമാണല്ലോ പറയുന്നത്. യുവന്മാർ കുറച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ ഇന്ന് അവിടെയുള്ള ഞങ്ങൾ രണ്ടുപേരെയും പരിചയമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, അത് ഈ കമ്മി മറ്റവനോട് പറഞ്ഞത്, സുമേഷ് കൊടുക്കുന്ന കൈ കൊടുത്തോട്ടെ, ഞങ്ങൾക്കാ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്. ഒന്ന് ആലോചിച്ചു, അവന്റെയൊക്കെ ഗതികേടെ ഒന്ന് ആലോചിച്ചു. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് സഖാക്കളെയും നേതാക്കളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്കെതിരായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് അവർ കംപ്ലീറ്റ് നമുക്ക് അനുകൂലമാണ്. നമുക്ക് ഈ പറയുന്ന പിണറായി വിജയൻ സാറിനോടോ ഗോവിന്ദൻ സാറിനോടോ പിന്നെ ഈ പാർട്ടിയോടോ ഒന്നും നമുക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇത് സമാനമായ സംഭവമല്ലേ ഇപ്പം വയനാട്ടിൽ നടക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ. ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പല സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്ത്, അതൊന്നും വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങളുടെ ഊരാളുങ്ങൾ ഉണ്ടാക്കിക്കോളും, നിങ്ങൾ പണം ഇങ്ങ് തന്നാ മതി. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പോലും പെടില്ല എന്നുള്ളതാണ്. ഇത് ഈ PPE കിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ അഴിമതിയാണ്, പക്ക അഴിമതിയാണ്. അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴും അത് അഴിമതി തന്നെയാണ്. ഇപ്പോൾ ഈ ടീച്ചറമ്മ വന്നിട്ട് വളരെ നിഷ്കളങ്കയായിട്ട് വന്നു. അത് വളരെ അത്യാവശ്യമായതുകൊണ്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാനും രോഗികളെ സംരക്ഷിക്കാനും വേണ്ടി PPE കിറ്റ് ആവശ്യമായതുകൊണ്ട് വില കൂടിയാലും വേണ്ടില്ല, വാങ്ങിക്കാം, മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇവർക്കും മോളിരിക്കുന്ന അദ്ദേഹത്തിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. വെറും 450 രൂപയ്ക്ക് വാങ്ങിച്ചാൽ പോലും അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. കാരണം ഭക്ഷ്യ കിറ്റ് കൊടുത്തല്ലോ, കമ്മികൾ പറയുമല്ലോ, കിറ്റ് വാങ്ങി നക്കിയിലിടാന്ന് ചോദിക്കുന്ന കിറ്റ്. അത് പിന്നെ കേൾക്കാനില്ല ഇപ്പൊ അതിനെക്കുറിച്ച്. പഴയ ഈ പെട്രോമാക്സ്, റാന്തല്, ഇതുപോലെയുള്ള മറ്റേ ഉരല്, അമ്മിക്കല്ലൊക്കെ പോലെ ഒരു പഴമയിലേക്ക് പോയി കഴിഞ്ഞ് ഈ പറഞ്ഞ കിറ്റില്ല. അപ്പൊ ഈ കിറ്റില് ഇത് കൊടുത്തിരുന്നു, എന്താണ്, മാസ്ക് കൊടുത്തിരുന്നു. സർക്കാരും ആരോഗ്യ പ്രവർത്തകർ തന്നെ എങ്ങനെയുള്ള മാസ്ക് ആയിരിക്കണമെന്ന മാനദണ്ഡം പുറത്തിറക്കിയിരുന്നപ്പോൾ, അതായത് അതെങ്ങനെയായിരുന്നപ്പോഴാണ് കോറത്തുണിയിലെ മാസ്ക്, അതായത് നമ്മളെ പണ്ടത്തെ അമ്മാവന്മാര് ട്രൗസർ അടിച്ചിടാനും പെൺപിള്ളേർക്ക് പെറ്റിക്കോട്ട് അടിച്ചിടാനും ഉള്ള കോറത്തുണി ഉണ്ടല്ലോ, ആ കോറത്തുണിയിൽ നിന്ന് തിരുപ്പതിയിൽ നിന്ന് തൂക്കി വാങ്ങിക്കൊണ്ട് വന്ന
സാധനം ഇവിടെ പാക്ക് ചെയ്തിട്ട് ഒരെണ്ണത്തിന് 13 രൂപ, രണ്ടെണ്ണത്തിന് 26 രൂപ വെച്ച് കിറ്റിൽ കണക്കാക്കി. അത് ഞാൻ പറയുന്നതല്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഷിബു സാറ് റെയ്ഡിന് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് എല്ലാത്തിലും കിടപ്പുണ്ട്, എല്ലാ മാധ്യമങ്ങളിലും അതുണ്ട്. 3.5 രൂപയാണ് 2 കിറ്റിന്റെ യഥാർത്ഥ വില. ആ 13 രൂപ 3.5 രൂപയ്ക്ക് കൊടുത്താൽ പോലും അവർക്ക് ലാഭമാണ്. ആ ലെവലാണ് അവർ കൊടുത്തത്. അല്ലെങ്കിൽ അവർ കൊടുക്കൂലല്ലോ. അവിടുത്തെ മാർക്കറ്റിൽ അവരുടെ നമ്മൾ നേരിട്ട് 3.5 രൂപയാണ് ഈ കിറ്റിന്റെ വില. അല്ല, 3.5 അല്ല. അതായത് നമ്മൾ ഈ ബനിയൻ ഉൽപ്പന്നങ്ങളും അതുപോലെ സാധനങ്ങൾ തൂക്കി വാങ്ങുന്ന ഒരു ഇടപാടുണ്ടല്ലോ. ഈ തൂക്കി വാങ്ങുന്നത് പോലെ തൂക്കി വാങ്ങുന്നതാണ് ഈ പറയുന്ന. അല്ല, അതാണ്. അങ്ങനെ വരുമ്പോഴേ ഒന്നിനെ കണക്കൂട്ടിയാൽ പോലും 3 രൂപ, മാക്സിമം 3 രൂപ വരുള്ളൂ. ഒന്നിന്, രണ്ടെണ്ണത്തിനും കൂടെ ഒരു ജോഡിക്ക്. അതിനെയാണ് 13, 26 രൂപ വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ ലാഭം എവിടെയാണ്? അതിന്റെ കമ്മീഷൻ എവിടെയാണ്? അതുപോലും തുടക്കം ദുരന്തം മുഴുവനും പണമാക്കി. കാരണം ഇപ്പൊ ബ്രൂവറി വന്നുകൊണ്ടൊന്നിനാണ് പണത്തിന് വേണ്ടിയിട്ടാണ്. ബ്രൂവറി ഈ പരമനാറികൾ പറയണേല് ഒന്നും തോന്നരുത്. കാരണം നമ്മൾ ഈ നിയന്ത്രണം വിട്ടു ഈ ഇവന്മാരെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ബാറുകൾ പൂട്ടും, സ്കൂളുകൾ തുറക്കും എന്ന് ഉറക്കെ കുരച്ചുകൊണ്ടാണ് 2016 തെരഞ്ഞെടുപ്പ് LDF നടത്തിയത്. ആരാണ്? നമ്മളെ ഇന്നസെന്റും KPC ലളിതയും കൂടെ. രണ്ടുപേർക്കും ഉപയോഗം കിട്ടി. കാരണം ഇന്നസെന്റ് MP ആയി, KPC ലളിത സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആയി. രണ്ടുപേർക്കും കിട്ടി. രണ്ടുപേരും ഒന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല എന്തായാലും. അപ്പോ പറഞ്ഞത് അങ്ങനെയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 544 പുതിയ ബാറുകളും ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്താ ബ്രൂവറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു ജനതയുടെ കുടിവെള്ളം മുഴുവൻ മുട്ടിച്ചുകൊണ്ടാണ് ഈ തെമ്മാടികൾ ഈ ഒരു ഇത് കാണിക്കുന്നത്. കാരണം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ഈ തദ്ദേശ സ്ഥാപനം പോലും അറിഞ്ഞില്ല. ഒരു മനുഷ്യന് ഇവിടെ വെളിവില്ലെന്നേ. കേരളത്തിൽ നിന്ന് ആർക്കാണ് വെളിവുള്ളത്? ഈ ഏതെങ്കിലും ഒരാൾ വെളിവുള്ള എത്ര പേരുണ്ടെന്ന് നിങ്ങൾ പറ. ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നു. ഒരു അധ്യാപകനെ ഒരു ഞെരിഞ്ഞിൽ പോയൊരു ചെറുക്കൻ വിളിക്കുന്ന ഭീഷണിയും ചീത്തയും. മനസ്സിലായി? ഞാനങ്ങനെ ഇവനെയൊക്കെ അവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ ഉണ്ടാക്കി പടച്ചു വിടുന്ന ഒരു മെഷീൻ കാണുമല്ലോ, അവനെ വേണം കൊടുക്കാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ആ ഒരവസ്ഥ, അതായത് ബോധമില്ല. ഇപ്പോ അതുപോലെ തന്നെ കഷായം ഗ്രീഷ്മ എന്താ എന്നാലും മദ്യപിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അതുപോലെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ചാന്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്നത് ഒരുത്തൻ. മയക്കുമരുന്നിന് അടിമയാണ്. ഇവിടെ ആർക്കും ബോധമില്ലെന്നേ. കേരളത്തിൽ ആർക്കും ബോധമില്ല. അപ്പൊ ബോധമില്ലാത്ത ഒരു ജനതയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യം. അത് തന്നെയാണ് യവന്മാർ കഴിഞ്ഞ 10-33 കൊല്ലം പശ്ചിമ ബംഗാളിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഭീഷണി ഇന്നിപ്പോ വില പോകില്ല. കാരണം ഭീഷണിയുടെ ഒരു അതിര് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പേടിക്കില്ല. ആർക്കും പേടിയില്ല. അവന്മാര് ഭീഷണിപ്പെടുത്താൻ വന്ന ചെവിക്കല്ലിൽ അടി കൊടുത്തു വിടും. അതുകൊണ്ട് ഇപ്പോ വെളിവില്ലാത്തവന്മാരെയാണ് ആവശ്യം. വെളിവില്ലാത്തൊരു സമൂഹം, വെളിവില്ലാത്തൊരു യുവതലമുറ, പ്രതികരിക്കാതെ എല്ലാം സംഭവിച്ച് നടക്കുന്ന ഒരു തലമുറ വേണം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ മദ്യത്തിന് വീണ്ടും വില കൂട്ടാൻ പോവാണ്. ഒരുത്തൻ ഒരു കൂലിപ്പണിക്ക് പോയാൽ അവന് എത്ര രൂപ ശമ്പളം കിട്ടുന്നത്? അവന് കിട്ടുന്ന ശമ്പളം 1000-1100 രൂപയായിരിക്കും. ഇന്ന് മദ്യപിക്കാത്ത ആരുമില്ല. ഒരു ദിവസം പിന്നെ ഈ കിട്ടുന്ന 1100 രൂപയിൽ നിന്ന് ഒരു 50% പേര് കൂട്ടും. 50% കുടിയന്മാരില്ല. 50% വീട്ടിൽ കൊണ്ടുപോകും കിട്ടുന്ന പൈസ മുഴുവൻ. ബാക്കി 50%-ൽ യുവമാർ എത്ര രൂപ ഇതിൽ കുടിക്കും? ഈ കുടിക്കുന്ന ബാക്കി പൈസ, അതായത് ഒരു ക്വാർട്ടറിന് പോലും എത്രയാണ്? 300-350 പോകും തോന്നുന്നു. ഞാൻ ക്വാർട്ടർ വാങ്ങിക്കുന്നുണ്ട്, ഫുള്ളേ വാങ്ങിക്കുള്ളൂ. അപ്പൊ അതിന്റെ അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ക്വാർട്ടറിന്റെ വില അറിഞ്ഞു. അപ്പൊ അല്ലല്ലേ കാര്യം. ബിയറിന് പോലും ഇപ്പൊ 150 രൂപ. പണ്ട് 120 രൂപയായിരുന്നു. അല്ല, KF 140. പിന്നെ കുരങ്ങന്റെ ഇവിടെ ഉള്ളവരുണ്ട് 150. പിന്നെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ട് 170. ഇങ്ങനെയാണ് കണക്ക് പോകുന്നത്. മനസ്സിലായ? അല്ല, ഞാനിത് തമാശ രൂപയാണ് പറയണതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കാരണം നമ്മളിത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ കുരങ്ങൻ ഒരു കുരങ്ങൻ ഇങ്ങനെ എന്തോന്നും അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതാണ് 2 ചെവിക്ക് വലിയ ചെവിക്കുള്ള ഒരു കുരങ്ങന്റെ പടം വെച്ച സാധനം ഉണ്ട്. അതിന് 170 രൂപ കണ്ടിട്ട് വില കേട്ടാ. ഈ സാധനം ഈ ബിയർ കുടിക്കുന്നവൻ എത്ര ബിയർ കുടിച്ചു കഴിഞ്ഞാലാണ് അവൻ പിന്നെ ഒന്ന് ഫിറ്റ് ആവുന്നത്? ഒന്നാലോചിച്ച് നോക്ക്. 3 കുപ്പിയെങ്കിലും കുടിക്കണം. 3. പിന്നെ അതുപോലെ ഞാൻ ഇന്നാള് നമ്മുടെ ഇവിടെ സ്റ്റാച്യൂവിൽ ഞാൻ ഈ ബീവറേജസിന്റെ ഇപ്പുറത്ത് ആ ചായക്കട ഉണ്ടല്ലോ, ചെറിയൊരു തട്ടുണ്ട്. അവിടെ ചായ പിടിച്ചു വന്നപ്പോഴത്തേക്കാണ് ഒരുത്തൻ ചീത്തയും പിടിച്ചുകൊണ്ട് തള്ളക്കാണ് വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? എന്തോ ചില്ലി മാംഗോ എന്തോന്ന് വോഡ്ക എന്നും പറഞ്ഞിട്ട്, ചില്ലി മാംഗോ വോഡ്ക എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഇവന്മാർ ഇറക്കിയെന്ന് എനിക്കറിയില്ലത് കേട്ടോ. അപ്പൊ ഇറക്കിയിട്ട് അത് കുടിച്ചിട്ട് ഒരു കാര്യമില്ല, പട്ടി സാധനം ഒന്നും പറഞ്ഞിട്ട് ഇവൻ ചീത്തയും പിടിച്ചുകൊണ്ട് പോകുന്നു. അത് ഇവന്മാരുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റിൽ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ഇതിന്റെ അഭിപ്രായം എന്ന്. ഇത് ഉണ്ടാക്കിയവന്റെയും അവന്റെ അച്ഛന്റെയും അവന്റെ പല തലമുറകളെ കുറിച്ചും ഇതിൽ കമന്റ് വരുന്നുണ്ട്. കാരണം ഇത്ര കൂതറ സാധനം ഉണ്ടെന്ന് ആളെയൊക്കെ കൊടുക്കുന്നത് മനസ്സിലായോ? ഇതിന് എത്ര ഉൽപാദന ചെലവിന്റെ
ചെലവിന്റെ എത്രയോ ഇരട്ടിയാണ് ഇവർ ഈ ജനങ്ങളെ നിന്ന് പിടിച്ചു പറിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഒരു ശരാശരി കൂലിപ്പണിക്കാരൻ, ഒരു മദ്യപാനി, ഇപ്പം മദ്യപാനി ആരുമില്ല, ഈ മദ്യപാനിയായ ഒരു കൂലിപ്പണിക്കാരന് ഈ മദ്യം കുടിച്ചിട്ട് ബാക്കി അവൻ എത്ര രൂപ അവന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? കാരണം എല്ലാ കുടിയന്മാർക്കും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ എന്തും ഭാര്യയും മക്കളും എല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നിൽക്കാതെ വന്നതോടുകൂടി, കാരണം എത്ര കുടിച്ചാലും ഫിറ്റാവില്ല. 1000 രൂപ അല്ലെങ്കിൽ 1100 രൂപ കിട്ടി, ഒരു പൈൻ്റ് എടുക്കണതിന് കൊടുക്കണമെന്ന് തോന്നുന്നു അല്ലേ? എത്ര രൂപ കൊടുക്കണം? അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കഞ്ചാവ് വലിച്ചു തുടങ്ങി. ഇപ്പം പിന്നെ ഈ കഞ്ചാവ് വലിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടചാരായം കുടിക്കും പോലെയാണ്. ഇപ്പം പട്ടചാരായം കുടിച്ചുകൊണ്ട് വിസ്കി റമ്മൂ അടിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന കഞ്ചാവ് അടിച്ചോണ്ട്. ഇപ്പൊ അത് മാറിയിട്ട് മറ്റേ എന്താ നാക്കിലൊക്കെ സാധനം, വേറെ എന്താ MDMA പൊടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിലും ഭീകരമാണ് ഇതിന്റെ അവസ്ഥ. ഇപ്പോ പിന്നെ നമ്മൾ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസാവും. കാരണം ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്ന് സന്ധ്യ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടച്ചിട്ട കടയുടെ തിണ്ണയിലൊക്കെ ഒരു ചെറുക്കൻ്റെ മടിയിൽ ഒരു പെണ്ണാണ്. കാരണം കുടുംബമായിട്ട് പോകണവർ തിരിഞ്ഞു പോകണം. ഇവരെ പോലുള്ളവർക്കൊക്കെ അത് നവോത്ഥാനമായിരിക്കും, പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത് നവോത്ഥാനം അല്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഇത് പറഞ്ഞു വന്നത് PPE കിറ്റിന്റെ കാര്യം, നമ്മൾ പോകാൻ പോയത് പാലിനകത്ത് എത്തിയിരിക്കുന്നത് എങ്ങോട്ടേ? അല്ല, PPE കിറ്റിന്റെ കാര്യം പറയുന്നത് PPE കിറ്റ് വളരെ തന്ത്രപരമായിട്ട് അവർ ഒരു കൊള്ള അടിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പിന്നെ ഈ PPE കിറ്റിന് അഡ്വാൻസ് എല്ലാം കൊടുക്കുന്നെങ്കിൽ സർക്കാരിൻ്റെ അഡ്വാൻസ് കൊടുക്കാവുന്നുണ്ട്. ഇപ്പോൾ എത്ര രൂപ വരെ സാധനം വാങ്ങിച്ചോ അതിൻ്റെ 50% ആദ്യം കൊടുക്കാവുന്നതാണ് നിയമം. ആ നിയമം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ 25,000 പിന്നെ PPE കിറ്റ് വേണ്ടിടത്ത് 50,000 PPE കിറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ 29% എന്ന് പറയുന്നത് 2.32 കോടി രൂപയാണ്. അത് യഥാർത്ഥത്തിൽ ആ 2.32 കോടി എന്ന് പറയുന്നത് ഈ 15,000 കിറ്റിൻ്റെ യഥാർത്ഥ വിലയാണ്. 15,000 കിറ്റേ വാങ്ങിച്ചോളൂ. 15,000 കിറ്റ് വേറെ ടീമിൻ്റെ നിന്ന് വാങ്ങിച്ചു, 450 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോഴാണ് വേറൊരു ടീം വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ തരാം, പക്ഷെ ഞങ്ങൾ 3 ഇരട്ടി കമ്മീഷൻ തരാം, പക്ഷേ അതിൻ്റെ വില കൂട്ടി തരണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്ത് വില കൂട്ടാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ലേ? അങ്ങനെയാണ് വില കൂട്ടിയത്. അങ്ങനെ വില കൂട്ടിയിട്ട് ഈ 15,000 കിറ്റിൻ്റെ 2.32 കോടി രൂപ അപ്പം തന്നെ ആ കമ്പനി കൊടുക്കേണ്ടി ചെയ്തത്. എന്നിട്ട് രേഖയിൽ എഴുതി വെച്ചത് 50,000 ഇത് ഓർഡർ കൊടുത്തു, അതിൻ്റെ 29% 2.32 കൊടുത്തു എന്നാണ്. അതായത് എന്തിനു വേണ്ടി? ഈ CAG-യെ വെട്ടിക്കാൻ കണ്ടു പൊടിയിടാൻ വേണ്ടിയാണ് അങ്ങനെ കള്ളക്കണക്ക് അടിച്ചു വെച്ചത്. പക്ഷേ CAG ഇത് പിടിച്ചു, കൃത്യമായിട്ട് അത് പിടിച്ചു. അതുപോലെ തന്നെ ഈ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 22 കോടിയിലേറെ രൂപയാണ് ആ ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് എടുത്ത് കൊണ്ടിട്ടിരുന്നതിന്. 22 കോടിയിലധികം രൂപയാണ് 5 തവണയാണ് പറഞ്ഞത്. ഇപ്പൊ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 85 ലക്ഷം രൂപ മാസം കൊടുത്ത് കൊണ്ടിട്ടേക്കുന്നു. എത്ര തവണ പറഞ്ഞു? 3 തവണ എന്തോണ് പറഞ്ഞത്? ഒരു തവണ പോയിട്ട് അത് പ്രതികൂല കാലാവസ്ഥ കാരണം ഇറങ്ങാൻ പറ്റില്ല. എന്തിനാണിത്? കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കട്ടെ. ഇതെല്ലാം കമ്മീഷൻ, എല്ലായിടത്തും കമ്മീഷനാണ്. ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, സർക്കാരിന് പിണറായി സർക്കാർ നല്ല പറയാനുള്ള ഈ സർക്കാർ കമ്മീഷൻ ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിലാസം അതുപോലെ അത്രയും മതി, അത് തന്നെ ധാരാളം. ഈ പറയുന്ന പിന്നെ അല്ലെങ്കിൽ പിണറായി വിലാസം കമ്മീഷൻ ഏജൻസി എന്ന് അങ്ങനെ ഇടണം. അല്ല, അതായത് ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട് PP ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമി ഇടപാടുകളും അവർ അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെ കുറിച്ചും ബിനാമി സ്വത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും ഒരു KSUവിന്റെ നേതാവ് ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. ചില രേഖകൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇവനൊക്കെ നാട് നന്നാക്കാനാണോ അല്ലെങ്കിൽ പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ നന്നാക്കാനാണോ ഇവനൊക്കെ ഈ പാർട്ടിയിലോട്ട് ഇറങ്ങിയത്? പക്ഷെ ഉണ്ടല്ലോ, അപ്പോഴും ഉണ്ടല്ലോ, ധീരയോടെ നയിച്ചോളൂ സഹാബ് എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. അവിടെയാണല്ലോ ഏറ്റവും വലിയ അതല്ലേ പറയുന്നത്. ഇന്ന് മാനവും മര്യാദയുമുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല, ഒരാളും ഇല്ല. എന്താണ് കിട്ടിയ ഔദാര്യം പോലെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പട്ടിയും പൂച്ചയൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലും കഷ്ടം ഇട്ട് കൊടുക്കുമല്ലേ? ആ എല്ലും കഷ്ടം ഇടുന്ന തിന്നുന്ന പട്ടി നമ്മളെ എവിടെ കണ്ടാലും വാലാട്ടും. കാരണം അതിന് വാലാട്ടിയാലേ അടുത്ത് പിന്നെ അവൻ തിന്നുമ്പോഴത്തേക്ക് കിട്ടും. അതുപോലെയാണ് ഇവിടുത്തെ കമ്മികളുടെ കാര്യം. കാരണം ഇവരെല്ലാം വെട്ടിക്കുന്നതിനെല്ലാം ഇവർ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കണം. അങ്ങനെ ന്യായീകരിച്ചാൽ മാത്രമേ അടുത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആശുപത്രിയിൽ കിട്ടിയ തൂപ്പ് ജോലിയും പല സ്ഥലങ്ങളിലും പല തസ്തികകളിലും തിരികെ കയറ്റി വെച്ചേക്കണ ഈ യുവന്മാരൊക്കെ എന്ത് ചെയ്യും? ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇതിന് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു വിഷമം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ആ കോൺഗ്രസിന്റെ തമ്മിലെടുത്ത് അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം അല്ലെങ്കിൽ പോലും ഒരു സാധാരണ കേരളത്തിലെ പൗരൻ എന്നുള്ള നിലയിൽ ഇവിടെ
ഇവിടെ ജീവിക്കുന്ന ഈ ഭരണകൂട ഭീകരത അനുഭവിച്ച ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കോൺഗ്രസിലാണ്. ആ കോൺഗ്രസിലുണ്ടായിരുന്നിട്ട് അത് യാതൊരുവിധ ഇപ്പോഴും അവന്മാരുടെ തമ്മിലടി തീർന്നില്ല. മടൽ വെട്ടി ആ KPCC ആസ്ഥാനത്തിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് പ്ലാച്ചനെ ഇവനെയൊക്കെ 4 എണ്ണം വീതം ചന്തിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ഒരുപക്ഷെ നന്നാവും. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഈ പറഞ്ഞൊക്കെ കഥ വിട്ടുകൊണ്ട് ഇങ്ങനെ വന്നിട്ടേ വടി മിഴുങ്ങിയതുപോലെ DCC ഓഫീസിന്റെ അടുത്ത് കുറെ എണ്ണം ഇന്നത് വരെ കുനിഞ്ഞൊരു കുപ്പ എടുത്താണല്ലോ. കെ സുധാകരൻ വന്നപ്പോഴേ അവർക്ക് അറിഞ്ഞൂടല്ലോ ജോലി. കെ സുധാകരനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ എങ്ങനെ ആർജവുള്ള ഒരു നേതാവായിരുന്നു. എന്തൊരു പ്രതീക്ഷയായിരുന്നു KPCC അധ്യക്ഷനായിട്ട് വന്നപ്പോൾ. ഇപ്പൊ എങ്ങനെയെങ്കിലും മാറ്റാനാണ് ഇപ്പൊ മാറ്റാൻ ഇന്നിപ്പോ വന്നിട്ട് മറ്റേ കനകോലു വേറെ 6 പേരുടെ കണ്ട ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഇതെന്താണ് ഇതിനെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണ്. പിന്നെ BJP വരുന്നുണ്ട്. BJPയിലേതായ ഒരു വനിതാ സംസ്ഥാന അധ്യക്ഷ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതുപോലെ പഴവുണ്ണിയല്ല, ഇപ്പോൾ ഇരിക്കുന്ന ഒരു പഴവുണ്ണിയൊന്നുമല്ല. അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനും പ്രതികരിക്കാനും സർക്കാരിനെതിരെ പട നയിക്കാനും യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ് അവര്. ആർജവുള്ള ഒരു നേതാവാണ് അവര്. കൂടെ നിൽക്കട്ടെ, അതല്ലേ പ്രശ്നം. അതാണ് പ്രശ്നം. ഒറ്റയ്ക്ക് നടക്കൂലല്ലോ. ശോഭാ സുരേന്ദ്രൻ സ്ട്രോങ് ആണ് നമുക്കറിയാം. പക്ഷെ ഒറ്റയ്ക്ക് കൂടെ നിൽക്കണമാർ നിൽക്കട്ടെ, അതല്ലേ അവരെ പ്രശ്നം. അതെങ്ങനെ എനിക്കൊന്ന് കണ്ടറിയാം നമുക്ക്. ഇത് കണ്ടറിയാം. എന്തായാലും PP കിറ്റ് ഇത് ജനങ്ങൾ കാണണം. കാരണം ഇത് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പിലാണ്. അല്ലാതെ നമുക്ക് ഇവന്മാരെ ഒന്നും അടിക്കാനോ അല്ലെങ്കിൽ അവരൊന്നും ചീത്ത വിളിക്കാനോ അല്ല, അതൊന്നും കാര്യമില്ലെന്നേ. അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് നമ്മളെപ്പോലുള്ള മാന്യമായി കാര്യങ്ങൾ ചെയ്യുക. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള അവരുടെ ആയുധം, ആ ആയുധമാണ് നമുക്കാണ് ഏറ്റവും വലിയ നല്ല മൂർച്ചയുള്ള ആയുധം ഉള്ളത്. അത് നമ്മുടെ സമ്മതിദാനാവകാശമാണ്. അത് നമ്മൾ നേരായ മാർഗത്തിൽ, കാരണം എല്ലാവരും കണക്ക് തന്നെയാണ്, എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് നമ്മൾ വെക്കുക. അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഭരണം കൂടി ഈ ഒരു തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും വിഷമാചയത്തിൻ്റെ ആത്മഹത്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇവിടെ നിന്ന് നാട് വിട്ടുക. ഇനി ഇതല്ലെങ്കിൽ ഒരു വഴിയും കൂടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മളിതെല്ലാം മറന്നിട്ട് ഈ പാർട്ടിയിലേക്ക് ചേരുക. അതെന്തായാലും അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു പണിയുമല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും ടീച്ചറമ്മ നീണാൾ വാഴട്ടെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.